അത് നമ്മളെ ചൊറുക്കൊണ്ടല്ല, അത് അള്ളാഹു തആല അവന് അനുവദിച്ചു കൊടുത്ത ഔദാര്യ. ഒരാള് ഇതിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, അള്ളാഹു തആല അവന് നിഷേധിച്ച ആ ഹിദായത്തിന്റെ അടയാളമാണത്. അതുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് ആര് വരുന്നോ, ഇസ്ലാം മതത്തിലേക്ക് ആര് പോണോ, ഇസ്ലാം മതം വലുതാവണോ, ഇസ്ലാം മതം ചെറുതാവണോ, അതിനെതിരെ പ്രയാസങ്ങളുണ്ടോ, പോരാട്ടങ്ങളുണ്ടോ, യുദ്ധങ്ങളുണ്ടോ? നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ ആ +2 പുസ്തകമൊക്കെ നിർത്തിട്ടെ അതിൽ ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന പാഠത്തിലെ അബ്ബാസിയ ഖിലാഫത്തിന്റെ മാപ്പ് ഒന്ന് നോക്കണ്ടേ? അബ്ബാസിയ ഖിലാഫത്തിന്റെ മാപ്പ് ഒന്ന് നോക്കണം. 16,000 ചതുരശ്ര കിലോമീറ്റർ വിശാലമായി കിടക്കുന്ന അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ ഒരു തലക്കലാണ് താർത്താരികൾ വന്നിറങ്ങിയത്. ആ താർത്താരികളുടെ പടയോട്ടം അബ്ബാസിയ ഖിലാഫത്തിന്റെ മറുഭാഗത്തെത്തുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയാണ് അവർ തകർത്തെറിഞ്ഞത്. ഞാറ് പറിക്കുന്നമായിരിക്കാം. നിങ്ങൾ പാടത്ത് ഞാറ് പറിക്കുന്നത് കണ്ടിട്ടില്ലേ? നാറ് പറിക്കുന്ന പണിക്കാർ ഞാറ് പറിച്ചിങ്ങനെ പോയാൽ ഓലെ ബാക്കിൽ പിന്നെ ഒരു നാറിന്റെ ഒരു തെടിയും കൂടി ഉണ്ടാവില്ല, മുഴുവൻ പറിച്ചു ഒഴിവാക്കി ഇങ്ങനെ പോല. താർത്താരികൾ അബ്ബാസിയ ഖിലാഫത്തിലേക്ക് വന്നിറങ്ങിയിട്ട് അവരങ്ങനെ വരിയായിട്ട് അങ്ങനെ പോയപ്പോ അവർ പോകുന്ന വഴിക്ക് ഒരൊറ്റ മനുഷ്യ ജീവൻ പോലും ബാക്കിയാക്കാത്ത വിധം അവർ മുസ്ലിങ്ങളെ തുടച്ചു നീക്കി, അക്ഷരാർത്ഥത്തിൽ തുടച്ചു നീക്കി. എന്നിട്ടെന്താ ഈ ലോകത്ത് ഇസ്ലാമിന് പറ്റിയത്? 196 വർഷത്തോളം ലോകത്തിലെ മുസ്ലിങ്ങളുടെ മേൽ പെയ്തിറങ്ങിയ മഹാമാരിയായിരുന്നു കുരിശ് യുദ്ധം. 196 കൊല്ലം. നിങ്ങൾക്കറിയോ? ആ കുരിശ് യുദ്ധങ്ങൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ അമേരിക്കയുടെ സ്ഥാനത്ത്, ഇന്നത്തെ ബ്രിട്ടന്റെ സ്ഥാനത്ത്, ഫ്രാൻസിന്റെ സ്ഥാനത്ത് ഇറാനും ഇറാഖും അഫ്ഗാനിസ്ഥാനും അടങ്ങുന്ന മുസ്ലിം രാജ്യങ്ങളാകുമായിരുന്നു. ലോകത്തിന്റെ മുകളിൽ സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും പുരോഗതിയിലും ശാസ്ത്രത്തിലും മുസ്ലിങ്ങളാകുമായിരുന്നു. ലോകത്തിന്റെ മേലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗം മുസ്ലിങ്ങളാകുമായിരുന്നു. ആ മുസ്ലിങ്ങളെ നാമാവശേഷമാക്കിക്കൊണ്ടാണ് കുരിശ് യുദ്ധത്തിന്റെ പേരിൽ ലോകത്ത് പടയോട്ടങ്ങൾ ഉണ്ടായത്. എന്നിട്ടെന്താ ഇസ്ലാമിന് പറ്റിയത്? ഇസ്ലാം ഇല്ലാതായോ? അപ്പോ ഇസ്ലാമിനെതിരെ നാനാഭാഗത്തു നിന്നും വരുന്ന പടയൂട്ടങ്ങളെ, അക്രമങ്ങളെ, ഗൂഢാലോചനകളെ ആരും ഭയപ്പെടേണ്ട. ഇസ്ലാം മതം അള്ളാന്റെ മത, അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് പടച്ചറപ്പിന്റെ മത. ആ മതത്തിനെ പടച്ചോൻ നിലനിർത്തും. ഈ ലോകത്ത് അത് നിലനിൽക്കേണ്ടിടത്തോളം കാലം അല്ലാഹു തആല ഈ മതത്തിനെ ലോകത്ത് നിലനിർത്തും. ഇന്നും ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടിന്റെ നെറിപ്പോടിൽ മുസ്ലിങ്ങൾ വളർന്നിട്ടും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മത. ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ. ലോകത്ത് ഏറ്റവും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാം മത. അത് നമ്മൾ വിളിച്ചിട്ടല്ല, നമ്മളെ ചൊറുക്ക് കണ്ടിട്ടല്ല. ആണോ? നമ്മൾ വിളിച്ചിട്ടാണോ? നമ്മുടെ ഭംഗി കണ്ടിട്ടാണോ? നമ്മൾ വല്ലതും കൊടുത്തിട്ടാണോ? ഇവിടെ പലരും പറയുന്നത് പോലെ നമ്മൾ പ്രണയിച്ചിട്ടാണോ? നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടാണോ? നമ്മൾ പണം കൊടുത്തിട്ടാണോ? അല്ല, അള്ളാഹുവിന്റെ മതത്തിന്റെ സൗന്ദര്യമാണത്. ആ മതത്തിന്റെ സൗന്ദര്യം ആരാണോ അത് മനസ്സിലാക്കുന്നത് അവന് മാറി നിൽക്കാൻ പറ്റൂല. ആ സൗന്ദര്യത്തിലേക്ക് അവൻ വരും. അപ്പോ ഇസ്ലാം മതം പടച്ചോനെ ലോകത്തുനിന്ന് പൊളിഞ്ഞു പോകും എങ്ങനെ പോയാല് എന്ന് കരുതിയിട്ട് ആരും പത്രം ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ മാസിക ബഹിഷ്കരിക്കാനോ ആരും അതിനിറങ്ങണ്ട. അള്ളാന്റെ ദീനിന് ഒരു കുഴപ്പം വരൂല. പിന്നെ പേടിക്കേണ്ട എന്താ? നമ്മള് ഇസ്ലാം മതത്തുനിന്ന് പുറത്താണുണ്ടോ എന്നാ നോക്കണ്ടേ. എങ്ങനെ? നമ്മള് ബസ് വരാൻ വേണ്ടി ബസ് വരും, നമ്മളിങ്ങനെ ഫോൺ ചെയ്യാ, ബസ് വരട്ടെ. അവസാനം ബസ് വന്നപ്പോ എല്ലാരും കയറി, ബസ്സിൽ പോയി, നമ്മൾ പുറത്തന്നെ. ആ ഒരു ദുരവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാം മതത്തിൽ തന്നെയാണോ? ലോകത്തിന്റെ ഈ സഞ്ചാരം, ലോകത്തിന്റെ ഈ യാത്ര, ലോകത്തിന്റെ ഈ പളപളപ്പ്, ലോകത്തിന്റെ ഈ അലങ്കാരങ്ങൾ, ലോകത്തിന്റെ ഈ ഭംഗി, അത് എന്റെ ജീവിതത്തിനെ ഇസ്ലാമിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ടോ എന്ന് എന്റെ ഓരോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്ന പദത്തിന്റെ താഴെ ഞാനൊരു അടിവര കൊടുക്കുക. കാരണം ഒരു മനുഷ്യന് മുസ്ലിമായിട്ട് ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശത്രുക്കളെ പേടിച്ചിട്ടല്ല, ശത്രുവിന്റെ ഉപദ്രവം പേടിച്ചിട്ടുമല്ല, ശത്രുക്കളുടെ ഗൂഢാലോചന പേടിച്ചിട്ടല്ല, അവന്റെ മർദ്ദനങ്ങൾ പേടിച്ചിട്ടല്ല. മർദ്ദനങ്ങളും പീഡനങ്ങളും ഗൂഢാലോചനകളും ഒക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ അതിന്റെ വളർച്ചയ്ക്ക് മാത്രമേ എക്കാലത്തും പ്രചോദനമായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം, അത് നമ്മളിൽ നിന്ന്